ഇറാൻ ഒരു വലിയ തിരിച്ചടിക്ക് ഒരുങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഇറാനിൽ ഒരു വലിയ പ്രതിഷേധം തന്നെ ഉയരുന്നുണ്ട്. കാരണം ഇറാൻ്റെ ഈ നിലപാടിൽ യാഥാസ്ഥിതികരായ സംഘടനകളും മറ്റും അസ്വസ്ഥരാണ്. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഒരു സമാധാനപ്രിയനാണ്, അനുരഞ്ജനത്തിൻ്റെ പാത സ്വീകരിക്കുന്ന ആളാണ്. അദ്ദേഹം 2015 ആണവ കരാറിനെ ചുറ്റിപ്പറ്റിയാണ് മുൻപോട്ട് പോകുന്നതും. ഇതുതന്നെയാണ് പ്രതിഷേധത്തിന് കാരണവും. കാരണം ഹിസ്ബുള്ളയും ഹൂത്തി വിമതരും എന്ന് പറയുന്നത് ഇറാൻ തന്നെ വളർത്തിയെടുത്ത ഒരു വിഭാഗമാണ്. ഇറാൻ്റെ തന്നെ ഉറച്ച സഖ്യകക്ഷികളാണ്. ഇറാൻ്റെ ആയുധമാണ് അവർ ഉപയോഗിക്കുന്നത്. ഇറാൻ സൈനികർ തന്നെയാണ് ഇവർക്കും പരിശീലനം നൽകുന്നത്. അതായത് എപ്പോഴെങ്കിലും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാനൊപ്പം നിൽക്കുന്നവരാണ് ഈ ഹിസ്ബുള്ളയും മറ്റും. പക്ഷേ ഇപ്പോൾ നിരന്തരം ലെബനനിൽ ഹിസ്ബുള്ള കടുത്ത തിരിച്ചടി നേരിടുമ്പോൾ ഒരു ചെറുവിരൽ പോലും ഇറാൻ മുൻപോട്ട് നീങ്ങാത്തതിലാണ് ഒരു വലിയ പ്രതിഷേധം ഉയരുന്നത്. അതവർ ചൂണ്ടിക്കാണിക്കുന്നത് മുൻപ് ദമാസ്കസിലെ ഇറാൻ കോൺസുലേറ്റിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ അതിന് പ്രതികാരമായി അപ്പോൾ തന്നെ ഇസ്രായേലിലേക്ക് 100 കണക്കിന് മിസൈലുകൾ ഇറാൻ അയച്ചിരുന്നു. ആ ഒരു നടപടിയാണ് ഏവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഇപ്പോൾ ഹനിയ ഇറാനിൽ കൊല്ലപ്പെട്ടു. അതിന് തൊട്ടു പിന്നാലെ ലെബനനിൽ ഇറാനിയൻ അംബാസഡർക്ക് ഗുരുതരമായി പരിക്കേറ്റു, ഒരു കണ്ണുപോയി. ഈ ഒരു സാഹചര്യത്തിലും ഇറാൻ്റെ ഈ മൗനമാണ് കൂടുതൽ പ്രകോപനം ആ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ഇറാൻ ആകട്ടെ ഇതിനെ തണുപ്പിക്കാനാണോ അതോ ഒരു മുന്നൊരുക്കം, ഒരു ആക്രമണത്തിനുള്ള മുന്നൊരുക്കമാണോ എന്നറിയില്ല. കഴിഞ്ഞ ദിവസം അവിടെ ഒരു വലിയ സൈനിക ഡ്രില്ല് നടന്നിരുന്നു, സൈനിക അഭ്യാസം നടന്നിരുന്നു. അതിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്ന ആ ഒരു ഡ്രില്ലിൽ മസൂദ് പെസഷ്കിയാൻ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഡ്രില്ലായിരുന്നു അത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.